ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ടാക്ക്. വെൽക്കം ബാക്ക് ടു JM അക്കാഡമി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കളേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അതായത് എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് കളേഴ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ജർമ്മൻ ലാംഗ്വേജിൽ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം ആൻഡ് അതിന്റെ മീനിങ് എല്ലാം വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ആണ് റോട്ട്. റോട്ട് റോട്ട് മീൻസ് റെഡ്. ചിലർക്കെങ്കിലും അത് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും, കാരണം ഇംഗ്ലീഷായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. റോട്ട് means red. Next, blau. Blau means blue. Blau, blue. Then grün. Grün. Guess ചെയ്തിട്ടുണ്ടാവും ആരെങ്കിലും ഒക്കെ. Grün means green. Okay. Grün, green. Then gelb. Gelb. Gelb means yellow. Gelb, yellow. ഇംഗ്ലീഷ് ആയിട്ട് വലിയ സാമ്യമൊന്നുമില്ല, അപ്പം മറക്കരുത്. Gelb means yellow. Okay. Then orange. Orange. Orange means orange. Yes, orange ആണ് orange എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കുക, ഡിഫറെന്റ് പ്രൊനൗൺസിയേഷൻ ആണ്, പക്ഷെ ഇവിടുത്തെ സ്പെല്ലിംഗ് സെയിം ആണ്. ഓറഞ്ചിന്റെ അതേ സ്പെല്ലിംഗ് തന്നെയാണ് ഒറാങ്കയ്ക്കും, പക്ഷെ നമ്മൾ ജർമ്മനിൽ അത് പ്രൊനൗൺസ് ചെയ്യുന്നതിന്റെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഒറാങ്കെ മീൻസ് ഓറഞ്ച്. ഓക്കെ, നെക്സ്റ്റ് വൺ ലീല. ലീല. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ആരുടെയും ഒക്കെ പേരൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. ഇത് ആക്ച്വലി ലീല മീൻസ് പേർപ്പിൾ എന്നാണ് മീനിങ്. അതായത് പേർപ്പിൾ കളറിനെയാണ് നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ ലീല എന്ന് പറയുന്നത്. Okay, lila means purple. Then weiß. Weiß means white. Yes, white. അപ്പോൾ weiß എന്ന് പറഞ്ഞാൽ white എന്നാണ് മീനിങ്. ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ weiß means white. Then grau. Grau. Grau means gray. Yes, grayക്കാണ് നമ്മൾ grau എന്ന് പറയുന്നത്. Grau, gray. Then rosa. Rosa. Rosa means pink. Pink കളറിനെയാണ് നമ്മൾ ജർമ്മനിൽ റോസ എന്ന് പറയുന്നത്. ഓക്കെ, റോസ, pink. Then brown. Brown means brown തന്നെയാണ്. ഇവിടുത്തെ വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെല്ലിങ്ങിൽ വരുന്ന വ്യത്യാസമാണ്. നമ്മൾ നേരത്തെ ഓറഞ്ചിന്റെ കേസിൽ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു സെയിം സ്പെല്ലിംഗ് ആണ്, പക്ഷെ പ്രൊനൗൺസിയേഷൻ ഡിഫറെന്റ് ആണ്. ഇവിടെ പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, പക്ഷെ ഡിഫറെന്റ് സ്പെല്ലിംഗ് ആണ്. ഓക്കെ, ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് അല്ല ജർമ്മനിൽ വരുന്നത്. BRAUN ആണ് ജർമ്മൻ ലാംഗ്വേജിലെ ബ്രൗണിന്റെ സ്പെല്ലിംഗ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആണ് ഷ്വാർസ്. ഷ്വാർസ്. ഷ്വാർസ് മീൻസ് ബ്ലാക്ക്. ബ്ലാക്കിനെയാണ് നമ്മൾ ഷ്വാർസ് എന്ന് പറയുന്നത്. ഷ്വാർസ്. ഓക്കെ, സോ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന കളേഴ്സ്. ഇത് കൂടാതെ നമ്മൾ നോർമലി കളേഴ്സിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡാർക്ക് ഓർ ലൈറ്റ്. ഇപ്പൊ നമ്മൾ പറയും ഡാർക്ക് ബ്ലൂ, അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് യെല്ലോ, ലൈറ്റ് ബ്ലൂ. ഇങ്ങനെ ഡാർക്കും ലൈറ്റും വെച്ചിട്ട് നമ്മൾ കളേഴ്സിനെ പറയാറുണ്ട്. സോ അപ്പൊ ഈ ഡാർക്കിനും ലൈറ്റിനും നമ്മൾ എന്താണ് ജർമ്മൻ ലാംഗ്വേജിൽ പറയാന്നുള്ളത് നോക്കാം. സോ ഡാർക്കിന് നമ്മൾ പറയുന്നതാണ് ഡുങ്കൽ. ഡുങ്കൽ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഡാർക്ക് റെഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഡുങ്കൽ റോട്ട്. ഓക്കെ, ഡുങ്കൽ റോട്ട്, ഡാർക്ക് റെഡ്. ഇനി ഡാർക്ക് ബ്ലൂ എന്നാണെങ്കിൽ ഡുങ്കൽ ബ്ലൗ. ഡുങ്കൽ ബ്ലൗ. സോ ഡുങ്കൽ എന്നുള്ളത്, ഡാർക്ക് എന്നുള്ളത് ഏത് കളറിന്റെ കൂടെയാണ് നിങ്ങൾക്ക് വരുന്നതെന്ന് നോക്കുക, എന്നിട്ട് ഡുങ്കൽ ഇട്ടിട്ട് പ്ലസ് ഏത് കളറാണ് അത് നമ്മൾ ആഡ് ചെയ്യുക. സോ ഡുങ്കൽ ബ്ലൗ, ഡാർക്ക് ബ്ലൂ, ഡുങ്കൽ ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, എന്താണോ അത്. ഓക്കെ, സോ അതാണ് ഡാർക്കിന്റെ മീനിങ് ആണ് ഡുങ്കൽ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം, ലൈറ്റ്. ലൈറ്റിന് നമ്മൾ പറയാ ഹെൽ എന്നാണ്. ഹെൽ. ഹെൽ മീൻസ് ലൈറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതൊരു കളറിന്റെ കൂടെ ലൈറ്റ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഹെൽ എന്ന് ആഡ് ചെയ്തിട്ട് ആ ഒരു കളർ പറഞ്ഞാൽ മതി. അപ്പം ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഹെൽ ബ്ലൗ. ഹെൽ ബ്ലൗ, ലൈറ്റ് ബ്ലൂ. ഇനി ഹെൽ ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ. ഓക്കെ,
അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലൈറ്റ് ഡാർക്ക് എന്ന് പറഞ്ഞ ഏതൊരു കളറാണോ പറയേണ്ടത് അവിടെ നിങ്ങൾ ഡാർക്ക് ആണെങ്കിൽ ഡുങ്കൽ ആഡ് ചെയ്യുക, ലൈറ്റ് ആണെങ്കിൽ ഹെൽ ആഡ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Vielen Dank.